ഡിസംബറിലെ കശ്മീർ യാത്ര നമ്മൾ ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നായിരുന്നു. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഹൈദരാബാദ് വഴിയാണ് പോയത്. ഈ റേറ്റ് ഒക്കെ അവിടെ സീസൺ അനുസരിച്ചിട്ട് ചേഞ്ച് ആവും ഫ്ലൈറ്റിന്റെ. അതെ, നമ്മൾ സ്കൈ സ്കാനർ പോലുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. നല്ല ഫെയർ കിട്ടും അങ്ങനെയുള്ള ആപ്പിൽ. പോസ്റ്റ് പെയ്ഡ് സിം അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് എടുക്കുന്ന പ്രീപെയ്ഡ് സിം മാത്രമേ അവിടെ വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ സിം വാങ്ങിക്കണം. അതെ അതെ. കശ്മീരിലെ പ്രധാനമായും കണ്ടിരിക്കേണ്ട 4 സ്ഥലങ്ങളാണ് സോൻമർഗ്, ഗുൽമർഗ്, പെഹൽഗാം, ശ്രീനഗർ. ശ്രീനഗർ ആണ് ഇതിനെയെല്ലാം കണക്ട് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ലൊക്കേഷൻ ഒക്കെ മനസ്സിലാവും. അപ്പൊ നമുക്ക് സോൻമർഗിലേക്കുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? അതെ, ശ്രീനഗർ ടൗണിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് സോൻമർഗിലേക്കുള്ളത്. സോൻമർഗിൽ പോകുമ്പോൾ ഓരോ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴും വണ്ടി നിർത്തിയായിരുന്നു. റോഡിന്റെ അടുത്തൂടെ ഒഴുകുന്ന സിന്ധ് നദിയിലാണ് ഞങ്ങൾ കൂടുതൽ നേരം ചെലവിട്ടിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നേരം ചെലവഴിച്ചത് കുറെ ഫോട്ടോ എടുക്കാനാ. ഫോട്ടോ എടുത്ത് എനിക്ക് മടുത്ത്. അത് പിന്നെ സോൻമർഗ് എത്തും തോറും ആ നദിയിലെ മഞ്ഞ് കൂടി വരിയിരുന്നു. അപ്പൊ പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? അതെ എടുക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ അവിടുത്തെ ഇന്റേണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ സിന്ധ് നദിയിൽ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സോൻമർഗ് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്നു. തജുവാസ് ഗ്ലേസിയർ ആണ് സോൻമർഗിൽ കാണാനുള്ളത്. നമ്മുടെ സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായ്ജാന്റെ ക്ലൈമാക്സ് ഇവിടെ അല്ലേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അതന്നെ, ആ സ്ഥലം തന്നെയാണ് ഇത്. കുതിരപ്പുറത്ത് കയറിയോ നടന്നോ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താം. കുതിരക്ക് ഒരാൾക്ക് ഏകദേശം 1000 രൂപയാണ് ആയത്. അവിടുത്തെ പ്രൈസസ് എല്ലാം നിങ്ങളുടെ ബാർഗെയിനിങ് പവർ പോലെ ഇരിക്കും. എത്ര ബാർഗെയിനിങ് ചെയ്യുന്നോ അത്രയും പ്രൈസ് കുറയും. അതേപോലെ തന്നെ ഓവർകോട്ടും ബൂട്ട്സ് എടുക്കാൻ മറക്കണ്ട. അത് അവിടെ റെന്റിന് കിട്ടും. ഏകദേശം ഒരു 100-200 രൂപക്ക് വരുള്ളൂ. 2 കിലോമീറ്റർ ആണ് പോണി റൈഡ് ഉണ്ടാവുക. ബട്ട് അവിടെ എത്തിയ കാണുന്നതൊക്കെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴി കുറച്ച് കയറ്റും ഇറക്കൊക്കെ ആയിട്ട് കുറച്ച് ടഫായിരുന്നു. പക്ഷെ നമ്മുടെ കുതിര ഡ്രൈവർ ആള് സൂപ്പർ ആയതുകൊണ്ട് കറക്റ്റ് ആയി അവിടെ എത്തി. അവിടെ എത്തിയാൽ പിന്നെ സ്ലെഡ്ജിങ്, സ്നോ ബൈക്ക് അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും പല റേറ്റ് ആണ്. ആദ്യം കണ്ട ആൾക്ക് തന്നെ തല വെച്ച് കൊടുക്കാണ്ടിരിക്കുക. വെയിറ്റ് ചെയ്ത് 100 രൂപ വരെ എത്തിക്കാൻ ശ്രമിക്കുക. പക്ഷെ സ്നോ ബൈക്കിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. നമുക്ക് 1000 രൂപയാണ് ഒരാൾക്ക് ആയത്. അവിടെ വെച്ചുണ്ടായ കുറച്ച് അൺഫിൽറ്റേഡ് ആയിട്ടുള്ള മൊമെന്റ്സ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? അതെ, അത് നൈസ് ആയിരിക്കും. ആദ്യം ഉമ്മാട്ടോ ഞാൻ പ്രാക്ടീസ് പിന്നെ അറിയില്ല അല്ലെങ്കിൽ നല്ലാട്ടിയ തല്ലാട്ടിട്ട് മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ പറട്ടെ. കുറച്ച് ബാക്ക് സെന്ററിലേക്ക് നിക്ക്. ഓക്കെ ഓക്കെ 1 2 3 സ്റ്റാർട്ട്. നങ്കൂരമായി തിരിക്കരേ കിഴിവ് തലാട്ടില്ലേ തലാട്ടി. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. നങ്കൂരമായി തിരിക്കരേ കിഴിവ് വരെ തിരിക്കരേ യമ്മാണ്ടി ഉണ്ണാലെ ഞാൻ തിരിക്കേ. എന്താ കാലം എന്നെ ഒന്നുകൂടി എടുക്കാം. നോ പ്രോബ്ലം. ചെവി ആള് വരണ്ട് അന്വേഷിക്കും. അയ്യോ एक रील्स बना रहे. ആരെ ഓക്കെ 1 2 ദേവിക കുറച്ച് ബാക്കിക്ക് നിൽക്കൂട്ടാ. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. നങ്കൂരമായി തിരിക്കരേ കിഴിവ് വരെ കിരിക്കരേ യമ്മാണ്ടി ഉണ്ണാലെ ഞാൻ തിരിക്കരേ. ഇക്കാനെ ശരിക്കും കാണാനില്ല. എല്ലാരും കൂടി ഫ്രെയിമിൽ കൊള്ളണില്ല. നിന്നാ മതി. ഭംഗിയില്ലാത്ത കൂട്ടാണത്. ഭംഗിയുണ്ടല്ലോ. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. മാറുന്നോളൂ. എന്തെന്ന് സ്റ്റാർട്ട് പാട്ടിന്റെ? നങ്കൂരമായി കിരിക്കിരേ കിഴിവായി കിരിക്കിരേ ഇമ്മാണ്ടി ഉണ്ണാലെ ഞാൻ കിരിത്തിരേ. ഇതൊക്കെ കണ്ട നമുക്ക് തന്നെ നമ്മൾ ട്രോളാൻ തോന്നുന്നു അല്ലേ? അപ്പൊ കാണുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും?
അപ്പൊ സോൻമർഗിൽ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയ ജോജില പാസ് എത്താൻ പറ്റും. പക്ഷെ അവിടെ നല്ല സ്നോ ഉണ്ടായിരുന്നത് കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. പൊതുവെ വിന്ററിൽ ജോജില പാസ് ക്ലോസ്ഡ് ആയിരിക്കും. സോൻമർഗ് പൊതുവെ ദൂരം കൂടുതലായതിനാൽ എല്ലാവരും ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലനിരകൾ ഒന്നും കൂടി അടുത്തുള്ള പോലെയാണ് തോന്നിയത്. അപ്പൊ നിങ്ങൾ സോൻമർഗിൽ എന്തായാലും പോകണം, കശ്മീരിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു അവിടെ വീടിന്റെ മുകളിലും പൈൻ മരങ്ങളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ. വെള്ളം ഫ്രോസൺ ആയിട്ടോന്ന് ഞങ്ങളുടെ വക ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു. സോൻമർഗിൽ സ്റ്റേ ഉണ്ടായിരുന്നില്ല, പകരം ശ്രീനഗറിൽ നിന്നുകൊണ്ട് ഏർലി മോർണിംഗ് പോയി ഈവനിങ് തിരിച്ചു വരുന്നത് പോലെയായിരുന്നു ഞങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ കാർ റൈഡുള്ള സ്പോട്ടായ ഗുൽമർഗ് കാണാൻ ഏർലി മോർണിംഗ് റെഡിയായി ഏറ്റവും നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ശ്രീനഗറിൽ റൂം എടുക്കാതെ തൻമർഗിലാണ് സ്റ്റേ ചെയ്തത്. ഹെവി സ്നോഫോൾ ഉണ്ടെങ്കിൽ തൻമർഗ് വരെയാണ് നോർമൽ കാർ പോവുകയുള്ളൂ. തൻമർഗിൽ നിന്ന് ഗുൽമർഗിലേക്ക് എത്താൻ ചെയിൻ ഇട്ട കാറ് സെപ്പറേറ്റ് വിളിക്കേണ്ടി വരും. ഗുൽമർഗിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗൊണ്ടോല റൈഡ് തന്നെയാണ്. അതിൽ യാത്ര ചെയ്തിട്ട് ഫേസ് 1ലും ഫേസ് 2 കാണുന്നതാണ്. അപ്പൊ മറക്കണ്ട, ഇങ്ങോട്ട് എത്തുന്നതിന്റെ മുന്നേ ഓവർകോട്ടും ബൂട്ടും റെന്റിന് എടുക്കേണ്ടതാണ്. ഗൊണ്ടോല റൈഡ് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന്റെ അറ്റ്ലീസ്റ്റ് 2 വീക്ക് മുന്നെങ്കിലും രാവിലത്തെ സ്ലോട്ട് നോക്കി ടിക്കറ്റ് എടുത്തു വെക്കുക. ഫേസ് 1ഉം ഫേസ് 2ഉം സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുന്നു guys. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാവും. ഇതിന് ഏതാ മ്യൂസിക് ഇടുക? രാജൽ റോജാവേ. അല്ല, മറ്റേ വിനീത പാട്ട്. ജമ്മു കാശ്മീർ കേബിൾ കാർ കോർപ്പറേഷൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. 1000-800 രൂപയാണ് ഫേസ് 1ന്റെയും ഫേസ് 2ന്റെയും ചാർജ്. അകത്തേക്കുള്ള എൻട്രി ടൈം മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. കഴിയുന്നതും നേരത്തെ എത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ID കാർഡ് കയ്യിൽ കരുതാൻ മറക്കരുത്. ഞങ്ങൾക്ക് തോന്നിയത് വിന്റർ സീസണിൽ ഫേസ് 1ലാണ് ഒരുപാട് വിന്റർ ആക്ടിവിറ്റീസ് ഉള്ളതെന്നാണ്. സ്കീയിങ്, സ്ലെഡ്ജിങ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും. അതുപോലെ തന്നെ ഫേസ് 1ൽ നിന്ന് വീണ്ടും ഒരു കേബിൾ കാർ ഉപയോഗിച്ച് ഫേസ് 2ലേക്ക് നമ്മൾ എത്തും. 13,780 അടി ഉയരത്തിലുള്ള ഇതിനെ അഫർവതി പീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഫേസ് 1ന്റെ പോലെയല്ല ഫേസ് 2. നല്ല ഉയരത്തിലായതുകൊണ്ട് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ വിന്റർ ടൈമിൽ ഇങ്ങോട്ട് പോകാത്താവും നല്ലത്. നല്ല ഫ്രഷ് സ്നോ ആയതുകൊണ്ട് ഞങ്ങൾ സ്നോയിൽ നല്ലപോലെ കളിക്കാൻ പറ്റി. സ്നോയിൽ തിമിർത്താടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഹീറ്റ് ആവാൻ വേണ്ടി അവിടെ ടീയും മാഗിയും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. അതെ, വലിയ വില തന്നെ. ഫേസ് 1ലാണ് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽസ് ഉള്ളത്. ക്യാഷ് കയ്യിൽ കരുതുക. ഇന്റർനെറ്റ് വർക്കാവില്ല. ശ്രീനഗർ ഒഴികെ ബാക്കി എല്ലായിടത്തും ക്യാഷ് മസ്റ്റ് ആണ്. തണുവ് സഹിക്കാൻ വയ്യാതെ പലരും അവിടെ കിടന്നത് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫേസ് 1ലെയും ഫേസ് 2ലെയും കാഴ്ചകൾ കണ്ട് തിരിച്ച് തൻമർഗിലേക്ക് വന്നിട്ട് ഡ്രങ് വാട്ടർഫോൾ ആണ് അടുത്തതായി ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണെങ്കിലും ഫ്രോസനായി കാണാൻ ഒരു വണ്ടർലാൻഡ് പോലെയുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നതിന് മുന്നേ തന്നെ ഫ്രോസൺ ആയി കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇനി നിങ്ങൾ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ATV ബൈക്ക് ഉപയോഗിച്ച് സ്വന്തമായി തൻമർഗിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാം. കശ്മീരിൽ ഇന്റേണലി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ക്യാബ് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കണ്ട ക്യാബ് ഏജൻസികളുടെ എല്ലാം റിവ്യൂ നോക്കി ഓപ്പറേറ്ററെയും കോൺടാക്ട് ചെയ്ത് ജെനുവിൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് 30% അഡ്വാൻസ് പേ ചെയ്തത്. കാശ്മീരിലെ ക്യാബ് റേറ്റ് പെർ ഡേ എന്ന രീതിയിലാണ്. 8-9 മണിക്കൂറാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഞങ്ങൾ പോയ ക്യാബിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കശ്മീരിൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഫുഡാണ് മട്ടൻ ഹരീസ. ഇത് ഞങ്ങൾ കഴിച്ചത് ന്യൂ ദിൽഷാദ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അതുപോലെ കശ്മീരി വസ്വാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂൺലൈറ്റിലെ വാൾനട്ട് ഫഡ്ജും. ഞങ്ങളെ അതിശയിപ്പിച്ച കാര്യം ഇവിടുത്തെ കശ്മീരികൾക്ക് മലയാളം അറിയാമെന്നുള്ളതായിരുന്നു. അടുത്ത മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കശ്മീരിന്റെ ഹൃദയമായ ശ്രീനഗർ. കശ്മീരിലെ മെയിൻ അട്രാക്ഷനായ ഡാൽ ലേക്കിലെ ഷിക്കാര റൈഡാണ്. ഒരുപാട് സമയത്തെ ബാർഗെയിനിങ്ങിന് ശേഷം 4 ആൾക്ക് 3000 രൂപയ്ക്ക് 2 മണിക്കൂർ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയത്. വിന്റർ ആയതുകൊണ്ട് ഫോഗി ആയിരുന്നു ലേക്ക് ഫുൾ. അതുപോലെ ഫ്രോസൺ വാട്ടറും കാണായിരുന്നു. ദാൽ ലേക്ക് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു മഞ്ഞില്ലെങ്കിലും ശ്രീനഗർ വളരെ തണുള്ളതായിട്ട് തോന്നി. ദാൽ ലേക്കിന് ചുറ്റും ഹൗസ് ബോട്ട് സ്റ്റേ അവൈലബിൾ ആണ്. ബട്ട് വിന്ററിന്റെ തണുപ്പ് കാരണം അത്ര അഡ്വൈസബിൾ അല്ല. ഷിക്കാർ റൈഡ് ഇടയിൽ കുറെ കച്ചവടക്കാർ വരും.
ഈ കശ്മീരി കാവ മസ്റ്റ് ആണ്. ഇതല്ലാതെയും പല സാധനങ്ങളും വരും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞങ്ങൾ താമസത്തിന് വേണ്ടി എല്ലാ ഹോട്ടൽസും ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഗൂഗിൾ മാപ്പിൻ്റെ റിവ്യൂ കൂടി ചെക്ക് ചെയ്തിരുന്നു. അതുപോലെ മേക്ക് മൈ ട്രിപ്പ് ബുക്കിംഗ് ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഹോട്ടലിൽ വിളിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വിൻ്റർ സമയത്ത് പോവുകയാണ് നിങ്ങളെങ്കിൽ ഹോട്ടലിൽ റൂം ഹീറ്റർ, വാട്ടർ ഹീറ്റർ, ബെഡ് ഹീറ്റർ, പവർ ബാക്കപ്പ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക നിർബന്ധമാണ്. പൈസ കൂടിയാലും ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ കശ്മീർ യാത്രയിലെ 4ാമത്തെ സ്പോട്ടായ പഹൽഗാമിലേക്കായിരുന്നു അടുത്ത യാത്ര. പഹൽഗാമിൽ കാണാനുള്ള 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ABC എന്നറിയപ്പെടുന്ന ആരു വാലി, ബേതാബ് വാലി, ചന്ദൻ പിന്നെ ബേസനൻ വാലിയും അഥവാ മിനി സ്വിറ്റ്സർലൻഡ്. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് 90 കിലോമീറ്റർ ആണുള്ളത്. അവിടെ എത്തിയതിനു ശേഷം അവിടെ തന്നെ യൂണിയൻ കാബ് എടുത്ത് വേണം ഈ ABC കാണാൻ പോകാൻ. നമ്മൾ ശ്രീനഗറിൽ നിന്ന് വന്ന സെയിം കാർ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ബേസനൻ വാലിയാണ് കാണാൻ പോകുന്നതെങ്കിൽ പോണി റൈഡ് എടുത്ത് 5 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് പഹൽഗാം സമ്മറിലാണ് കാണാൻ ഒന്നുകൂടെ ഭംഗിയെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പഹൽഗാമിലേക്ക് പോകുന്ന വഴിയാണ് കുറെ ആപ്പിൾ തോട്ടമുള്ളത്. അവിടെ കയറിയിട്ട് എന്തായാലും ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കുടിക്കേണ്ടത് മസ്റ്റാണ്. പെഹൽഗാമിൽ കുറഞ്ഞ പൈസക്ക് വാൾനട്ട് കിട്ടും. ക്വാളിറ്റി നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായി. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് പോലെ ഇവിടുത്തെ പേരയ്ക്കയും ആപ്പിളും കഴിക്കാനായിട്ട് മറക്കരുത്. പെഹൽഗാമിൽ അന്നത്തെ ദിവസം താമസിച്ച് പിറ്റേന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. മറ്റൊരു സീസണിൽ ഇനിയും വരുമെന്ന പ്രതീക്ഷയോടുകൂടി തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു.